ഈ ലോകത്തിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ആരാണ് ദൈവം. എന്തിനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത്ര നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു പ്രാർത്ഥനയോടെയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ശരിക്കും ആരെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം ആർക്ക് തരാൻ കഴിയില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ദൈവത്തിന്റെ ഒറിജിൻ എന്താണെന്ന് ആർക്കും ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ദൈവം എന്നുള്ള ഒരു എൻറ്റിറ്റി, ആ ഒരു ബിലീഫിന്റെ പുറകെ ഞാൻ പോയത്. അതിന്റെ ഒറിജിൻ എന്തായിരിക്കും, എങ്ങനെയാണ് ദൈവം എന്നുള്ള ഒരു കൾച്ചർ നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഇടയിലേക്ക് വന്നത്. അപ്പൊ അതിന്റെയൊക്കെ റിസർച്ചിന്റെ ഏറ്റവും വലിയൊരു ഘടകമാണ് ഈ ഒരു വീഡിയോ. ഇതിപ്പോ ഒരു ഫുൾ സ്ട്രെച്ചിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് എവിഡൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഇതൊരു വീഡിയോക്ക് വേണ്ടി വളരെ കണ്ടൻസ് ചെയ്തിട്ടായിരിക്കും ഞാൻ പറയുന്നത്. ദൈവം എന്ന സീരീസിൽ ഒരു വീഡിയോയിൽ ഞാൻ ക്വീൻ പൗബീനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇറാഖിൽ കണ്ടുവരുന്ന ഒരു ക്വീൻ ആണ് ശരിക്കും ക്വീൻ പൗബി എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 1927 ഒരു ബ്രിട്ടീഷ് ആർക്കിയോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ എക്സ്കവേഷനിലൂടെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അദ്ദേഹം സൗത്ത് ഈസ്റ്റ് ഇറാഖിൽ പോയിട്ട് അവിടെ എക്സ്കവേഷൻ ഒക്കെ നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആർട്ടിഫാക്ട് അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ആർട്ടിഫാക്ട് മറ്റുള്ള ആർട്ടിഫാക്ട് പോലെ ആയിരുന്നില്ല. കാരണം ഇതിന്റെ തലയോട്ടി വളരെയധികം അബ്നോർമലി ലാർജ് ആയിരുന്നു. ഇദ്ദേഹം ഒരു ആർക്കിയോളജിസ്റ്റ് ആയതുകൊണ്ടും ഇത്രയും വിയേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി അദ്ദേഹം കണ്ടുപിടിച്ചതുകൊണ്ടും ഇതിന്റെ പുറകെ പുള്ളി പോയി. ഇദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു തലയോട്ടിയുടെ ഉടമ ഏൻഷ്യൻ മെസപ്പൊട്ടേമിയയിലെ ആദ്യത്തെ ഡൈനാസ്റ്റിയിലത്തെ ഒരു രാജ്ഞിയുടെ തലയോട്ടിയാണെന്നുള്ള കാര്യം പുള്ളിക്കാരന് മനസ്സിലായി. നേരത്തെ പറഞ്ഞ പോലെ ഈ തലയോട്ടി അബ്നോർമലി ലാർജ് ആയതുകൊണ്ടും മറ്റുള്ള ആർട്ടിഫാക്ട് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെയധികം ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള ഒരു തലയോട്ടി ആയതുകൊണ്ടും ഇദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാലത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആർക്കിയോളജിക്കൽ ഡേറ്റാസ് ഒക്കെ വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ സംശയങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു സംശയം എന്റെ രീതിയിൽ റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഏകദേശം 3370 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഈജിപ്ഷ്യൻ ഫാരോയുടെ ചിത്രമാണ്. ഇതിപ്പോ 3370 വർഷം ഇവിടെ പറയുന്നത് ഇവരുടെ കാർബൺ ഡേറ്റിംഗ് കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പ്രായം കണ്ടുപിടിച്ചത് അവിടുത്തെ കൾച്ചറൽ ഡേറ്റാസ് ഉപയോഗിച്ച് മാത്രമാണ് ഇതിന്റെ പ്രായം കണ്ടുപിടിച്ചത്. മിക്കവാറും ഈ ഒരു സംഭവത്തിന്റെ പ്രായം ഇതിനേലും പഴക്കം ഉണ്ടായിരിക്കാം. അതും ഈ ചിത്രം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തല വളരെയധികം എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു തലയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഏകദേശം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഏലിയന്റെ തല പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതൊരു ഏലിയന്റെ തലയല്ല. അമർന പീരീഡ് എന്ന് പറഞ്ഞ കാലഘട്ടത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതെന്നാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കോമൺ ആർട്ടിസ്റ്റിക് പ്രാക്ടീസ് ആണ് ഇത്രയും എലോങ്ങേറ്റഡ് ആയിട്ടുള്ള തലയും വലിയ കൈകളൊക്കെ ഉള്ള രൂപങ്ങൾ ഇങ്ങനെ വരച്ചു വെക്കാന്നുള്ളത്. അതിന്റെ അർത്ഥം അത് ഏലിയൻസ് ഒന്നും അല്ല, അത് അവരുടെ ആർട്ടിസ്റ്റിക് ഇമാജിനേഷൻ മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള പിക്ചേഴ്സ് കണ്ടിട്ട് ഏലിയൻ ആണെന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. ശരിക്കും ഇത് അങ്ങനെയല്ല. ഇത് അവരുടെ ഒരു ആർട്ടിസ്റ്റിക് ഭാവന മാത്രമായിരുന്നു. ആ ഒരു ടൈം പീരീഡിലത്തെ ആർട്ടിസ്റ്റിക് ഭാവനയായിരുന്നു ഇത്. ഈ ചിത്രം നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫാരോ നടുക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ചുറ്റുപാട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. മിക്കവാറും ഈ ഫാരോയുടെ ഫാമിലി മെമ്പേഴ്സ് ആവാനാണ് സാധ്യത. അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഫാരോയും ഈ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ആകാശത്തേക്ക് നോക്കിയിട്ട് എന്തോ ഒരു സംഭവത്തിനെ വേർഷിപ്പ് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് ഈ ഒരു സംഭവത്തിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പലതിലും കണ്ടിട്ടുണ്ട്. മെസപ്പൊട്ടേമിയയിലായിക്കോട്ടെ, അന്നുനാക്കി ആയിക്കോട്ടെ, ചൈനയിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, ഒരുപാട് ഇമേജ് ഡിസ്ക്രിപ്ഷനിൽ ഇതേപോലെ ആകാശത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ചിത്രത്തിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇവർ പ്രാർത്ഥിക്കുന്നത് ഒരു സർക്കുലർ ഷേപ്പ് ഒബ്ജക്റ്റിനാണ്. അതായത് സൂര്യനെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരട്ടെ. നിങ്ങളിപ്പോ ഈ കാണുന്നത് പെറുവിൽ കണ്ടുവരുന്ന മമ്മിഫൈഡ് ആയിട്ടുള്ള ബോഡീസിന്റെ തലയാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ വളരെ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള തലയുള്ള ഹ്യൂമൻ സ്കളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് മനുഷ്യർക്ക് നാച്ചുറൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരിക്കലും വരാൻ കഴിയില്ല. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും ഇതിപ്പോ ഒരു ഏലിയന്റെ തലയോട്ടിയാണോ എന്നൊക്കെ. പക്ഷെ അത് അങ്ങനെയല്ല. ഈ സ്ഥലത്ത് പണ്ട് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോമൺ പ്രാക്ടീസ് ആണ് തല ഇങ്ങനെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയോ? അവിടെ ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ തല ഇങ്ങനെ ബൈൻഡ് ചെയ്യുക, അതായത് ഇങ്ങനെ മുറുക്കി ഇങ്ങനെ കെട്ടിവെക്കും. ജനിച്ച ഉടനെയുള്ള പിള്ളേരെ തലയോട്ടി ഒട്ടും തന്നെ ഉറക്കാത്തത് കൊണ്ട് തന്നെ അതിന് എന്ത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഡിഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ തലയൊക്കെ ഇങ്ങനെ വച്ച് കെട്ടുമ്പോൾ ഇവരുടെ തലയോട്ടി ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള ഷേപ്പിലേക്ക് വരും. അതുകൊണ്ടാണ് പെറുവിൽ ഇത്തരത്തിൽ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്കളുള്ള മമ്മീസിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടുത്തെ ചോദ്യം എന്താ അറിയോ? എന്തിനാണ് അവർ ഇങ്ങനത്തെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്? എന്ത് കണ്ടിട്ടാണ് അവരുടെ തല ഇങ്ങനെ വലുതാക്കാൻ നോക്കുന്നത്? ഇറാഖിൽ കണ്ടുവന്ന ആ ഒരു ആർട്ടിഫാക്ട്, അതായത് ക്വീൻ പൗബിയുടെ ആ ഒരു എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്കൾ, അത് വലിയ തലയോട്ടിയുള്ള ആ ഒരു ആർട്ടിഫാക്ട്, അതും ഇവരുടെ ഒരു കൾച്ചറുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ? ഏൻഷ്യൻ അന്നുനാക്കി ടേൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആകാശത്ത് നിന്ന് വന്ന് ഇറങ്ങിയ ആ അന്നുനാക്കി ദൈവങ്ങളുടെ തലയും ഇതേപോലെ വലിയ തലകളായിട്ടാണ് പറയുന്നത്. ശാരീരികമായിട്ട് വളരെ ഡിസ്റ്റിംഗ്വിഷ്ഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആയിട്ടാണ് ശരിക്കും അവരെയൊക്കെ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് അവരുടെ ടേൽസിൽ നിന്ന് അവരുടെ ഇത്ര വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഒരുപാട് ആർക്കിയോളജിസ്റ്റുകളും റിസർച്ചേഴ്സും പറയുന്ന പോലെ ക്വീൻ പൗബി ഏൻഷ്യൻ മെസപ്പൊട്ടേമിയൻ ഡൈനാസ്റ്റിയിലത്തെ ആദ്യത്തെ രാജ്ഞി ആയതുകൊണ്ട് തന്നെ ഏൻഷ്യൻ സുമേരിയൻ മെസപ്പൊട്ടേമിയൻ ടെയിൽസിനകത്ത് അനുനാക്കി ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയും പല രീതിയിലും മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും മനുഷ്യരെ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്തെന്നുള്ള കഥകളൊക്കെയാണ് ശരിക്കും അവരുടെ കഥകളിലൊക്കെ പറയുന്നത്. ഏൻഷ്യൻ സുമേരിയൻ ടെക്സ്റ്റുകൾ അനുസരിച്ച് അനുനാക്കിയുടെ DNA അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യരുടെ പൂർവികരെന്ന് വിശ്വസിക്കുന്ന ഹോമോ ഇറക്ടേഴ്സിന്റെ DNA തമ്മിലുള്ള ഒരു മിക്സിംഗ് ആണ് ശരിക്കും അദാമോ ആദ്യത്തെ ഇന്റലിജന്റ് ആയിട്ടുള്ള ലൈഫ് ഫോം, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതെന്നാണ് ശരിക്കും ഇവരുടെ ടെക്സ്റ്റുകളുടെ ടേലിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത ഹൈബ്രിഡ് സ്പീഷീസിന്റെ ആദ്യത്തെ ഒരു ഐട്രേഷൻ ആയിരിക്കാം ക്വീൻ പൗബി എന്നാണ് ഒരുപാട് റിസർച്ചേഴ്സ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈഫൈ സിനിമയുടെ കഥ പോലെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഞാൻ നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയുള്ളൂ. നമ്മുടെ ലോകത്തുള്ള പല മിത്തോളജീസും ടെയിൽസും റിലീജിയൻസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മാലാഖമാരെ പറ്റി പറയുന്നുണ്ട്. സെൻട്രൽ അമേരിക്കയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഫ്ലൈയിങ് സർപ്പൻസിനെ പറ്റി പറയുന്നുണ്ട്, അത് പറക്കുന്ന നാഗങ്ങളെ പറ്റി പറയുന്നുണ്ട്. അനസസി എന്ന് പേരുള്ള ട്രൈബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർ പീപ്പിളിനെ പറ്റി അവർ വളരെയധികം പ്രൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഒരു ആൾക്കാരെയാണ് ശരിക്കും സ്റ്റാർ പീപ്പിൾ എന്ന് അവർ പറയുന്നത്. അങ്ങനെ പോയിപ്പോ നമ്മുടെ ഹിന്ദു മിത്തോളജി റിലീജിയൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ദൈവങ്ങളെ പറ്റി പറയുന്നുണ്ട്, പുഷ്പവിമാനത്തെ പറ്റി പറയുന്നുണ്ട്, പല യുദ്ധങ്ങളെ പറ്റി പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു കുഴപ്പമെന്താ വെച്ചാൽ നമ്മുടെ ലോകം എമ്പാട് കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള മിത്തോളജിയിലും സ്റ്റൈൽസിലൊക്കെ കൊടുത്തിരിക്കുന്ന കഥകളുടെ സ്റ്റോറി ലൈൻ ഏകദേശം വളരെ സിമിലർ ആണ്. അതായത് ആകാശത്ത് നിന്ന് ദൈവം ഇറങ്ങി വരുന്നു, അവർ നമ്മുടെ മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, മനുഷ്യരെ പിന്നെ പഠിപ്പിക്കുന്നു, അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, ആൾക്കാരെ അവിടെ വേർഷിപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള കഥകളാണ് മൊത്തത്തിൽ ഇങ്ങനെ ഉള്ളത്. നിങ്ങളിപ്പോ കാണുന്നത് ഒരു ഈജിപ്ഷ്യൻ ഗോഡാണ്. ഇതിന്റെ പേരാണ് ഇസ്. ഏൻഷ്യന്റ് ഈജിപ്ഷ്യൻ മിത്തോളജി അനുസരിച്ച് ഈ ഒരു ദൈവത്തിന്റെ പ്രൊട്ടക്ഷനും ഹീലിങ്ങിനും പിന്നെ മാജിക്കിനും ഉള്ള ദൈവമായിട്ടാണ് ഇവിടെ പറയുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞ ഈജിപ്ഷ്യൻ ഗോഡിനെയാണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചിറകുള്ള, അതായത് പറക്കാൻ കഴിയുന്ന ഒരു ഇമേജ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെയല്ല ഏൻഷ്യൻ ട്രഡീഷൻസിൽ പറയുന്ന പോലെ ദൈവം ഓൾ പവർഫുൾ ആണ്, അമാനുഷികമായിട്ടുള്ള ശക്തിയുള്ള ഒരു ഡെയിറ്റിയാണ്. അവരിൽ നിന്നാണ് നമ്മുടെ ഭൂമിയിലേക്ക് ലൈഫ് വന്നത്, അവരാണ് നമ്മുടെ മനുഷ്യരെ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെയുള്ള കഥകളാണ് ശരിക്കും എല്ലാത്തിലും പറയുന്നത്. ദൈവം ഹെവൻസ് ചെയ്യുന്നത്, അതായത് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ ഹ്യൂമാനിറ്റീനെ കൺട്രോൾ ചെയ്യുകയും റൂൾ ചെയ്യുകയും അതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മിത്തോളജിക്കൽ ടെയിൽ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ പറ്റി ഞാൻ കൂടുതൽ പഠിക്കുമ്പോഴും എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഹിന്ദു മിത്തോളജിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റോറി ലൈനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഗ്രീക്ക് മിത്തോളജിയിലും പറയുന്നത്, അത് തന്നെയാണ് അനുനാക്കിയിലും പറയുന്നത്, അത് തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലും പറയുന്നത്. അങ്ങനെ എല്ലാത്തിലും ഒരേ സംഭവം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും പറയുന്ന ഒരു ദൈവം, ആ ഒരു ഓൾ മൈറ്റി ഇങ്ങനെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആവാനുള്ള സാധ്യത. അതിപ്പോ ഹിന്ദുയിസത്തിന്റെ അകത്താണെങ്കിൽ ഇപ്പോൾ ഒരു ദൈവം ഹിന്ദുവിന്റെ അടുത്ത് ഇങ്ങനെ ഇറങ്ങി വന്നു, ഒരു ദൈവം ക്രിസ്ത്യാനിറ്റിയിൽ, ഒരു ദൈവം ഗ്രീക്കിൽ വന്ന് ഇറങ്ങി വന്നു. അങ്ങനെ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ദൈവം ആവാനുള്ള സാധ്യത. അത് ഒരൊറ്റ സ്പീഷീസ് ഓഫ് ദൈവം, അതായത് ഇപ്പോൾ ഒരു ഏലിയൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അവര് നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നത് അത് പല കൾച്ചേഴ്സും കണ്ടിട്ട് അത് പല കൾച്ചേഴ്സിന് അവർക്ക് എന്താണോ തോന്നുന്നത് അവരുടെ ഭാവന അനുസരിച്ച് പല ടെയിൽസ് ആവാനാണ് സാധ്യത. അതുകൊണ്ടായിരിക്കും നമ്മുടെ ലോകം ഇത്ര ഡൈവേഴ്സ് ആയിട്ട് പോലും ഇത്ര ഏൻഷ്യൻ ടെക്സ്റ്റുകളും കാര്യങ്ങളും എല്ലാം പറയുന്ന കഥകളൊക്കെ വളരെ സിമിലർ ആയിട്ടുള്ള, അതായത് ആകാശത്ത് നിന്ന് ദൈവം ഇറങ്ങി വരുന്നു, അവരെ റൂൾ ചെയ്യുന്നു, നമ്മളെല്ലാവരും ദൈവത്തിന് ഇങ്ങനെ വേർഷിപ്പ് ചെയ്യുന്നു. വളരെ കോമൺ ആയിട്ടുള്ള ഒരു കഥയാണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. ദ ബുക്ക് ഓഫ് ജെനസിസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിന്റെ 6ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് നെഫലിസത്തിനെ പറ്റി കാണാൻ പറ്റും. അതായത് വലിയ ജയൻസിനെയാണ് നെഫലിസത്തിനെ ഉദ്ദേശിക്കുന്നത്. ഈ മിത്തോളജി അനുസരിച്ച് നെഫിലിസത്തിന് വളരെ അമാനുഷികമായിട്ടുള്ള ശക്തി ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ മനുഷ്യരുടെ വലിയൊരു ശരീരമുള്ള ഒരു സംഭവമാണ്. അതിനോടൊപ്പം തന്നെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നെഫലിൻസ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്ന മാലാഖയും മനുഷ്യരും തമ്മിലുള്ള ക്രിയേഷൻ ആണ് നെഫലിൻസ് എന്ന് പറയുന്നത്. അതായത് അനുനാക്കി ടെയിൽസിൽ പറയുന്ന പോലെ തന്നെ അനുനാക്കിയുടെ DNA മനുഷ്യരുടെ പൂർവികരായിട്ടുള്ള ആ സംഭവത്തിന്റെ DNA കൊണ്ടുള്ള മിക്സിംഗ് ആണ് ശരിക്കും മനുഷ്യരെന്ന് പറയുന്നത്. ഇതിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഗ്രീക്ക് മിത്തോളജിയിലും പറയുന്നത്. ഗ്രീക്ക് മിത്തോളജിയിലത്തെ ദൈവമായിട്ടുള്ള സ്യൂസും മനുഷ്യരും തമ്മിലുള്ള ഒരു ക്രിയേഷൻ ആണ് ഗ്രീക്ക് മിത്തോളജിയിൽ പറയപ്പെടുന്ന ഹെർക്കുലീസും പെർസ്യൂസും. അതായത് ഇവർ ഹൈബ്രിഡ് സ്പീഷീസ് പോലെയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ബുക്ക് ഓഫ് ഇനോക്ക് എടുത്തു നോക്കുകയാണെങ്കിലും അവിടെ വാച്ചേഴ്സിനെ പറ്റി പറയുന്നുണ്ട്, അതായത് നോക്കി നിൽക്കുന്ന ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. വാച്ചേഴ്സ് എന്ന് ശരിക്കും ഇവർ മെറ്റഫോറിക്കലി ഉദ്ദേശിക്കുന്നത് ശരിക്കും ആകാശത്ത് നിന്ന് നമ്മുടെ താഴത്തേക്ക് ഭൂമിയിലേക്ക് നോക്കുന്ന ആൾക്കാരെയാണ്, അതായത് പറന്നു നിൽക്കുന്ന ആൾക്കാരെയാണ് ശരിക്കും ഒരു മെറ്റഫോറിക്കലി ഉദ്ദേശിക്കുന്നത്. അവരും മനുഷ്യരും തമ്മിലുള്ള കോണ്ടാക്ടിനെ പറ്റിയിട്ട് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ബുക്ക് ഓഫ് ഇനോക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല.
അതുപോലെ തന്നെ ഏൻഷ്യന്റ് ഹിന്ദു മിത്തോളജി എടുത്തു നോക്കുകയാണെങ്കിലും സൂര്യദേവനും മനുഷ്യനും തമ്മിലുള്ള ഒരു ക്രിയേഷനാണ് കർണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ഏൻഷ്യന്റ് മിത്തോളജിയിലും പറയുന്ന കാര്യങ്ങൾ വളരെ സെയിം ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അനുനാക്കിയുടെ ടെയിൽ തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പോ ഏൻഷ്യന്റ് ഗ്രീക്ക് എന്നല്ല, ക്രിസ്ത്യാനിറ്റി എന്നല്ല, ഹിന്ദു എന്നല്ല, ഒരു മതവും ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള മിത്തോളജീസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അതിന്റെയൊക്കെ മീനിങ് എന്താണെന്ന് ചെറിയൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതായത് ഇത്രയും നാൾ നമ്മൾ ദൈവം എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന ആ ഒരു സംഭവം, ഒരു എൻറ്റിറ്റി, അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഒന്നാണ്. ഇപ്പൊ ദൈവം എന്താണെന്ന് ഒരു ഹൈ പ്രീസ്റ്റിന്റെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഹിന്ദു എന്ന് അവർ പറയില്ല, ക്രിസ്ത്യൻ എന്ന് പറയില്ല, മുസ്ലിം എന്ന് പറയില്ല, ഒന്നും പറയില്ല. ഒന്നേ ഉണ്ടാവുള്ളൂ. ദൈവം എന്ന് പറയുന്നത് ഒന്നാണെന്നാണ് അവരെല്ലാവരും പറയുള്ളൂ. ദൈവം എല്ലാം ഒന്നാണെന്നുള്ള ഒരു പോയിന്റ് മൊത്തത്തിൽ സമ്മറൈസ് ചെയ്തിട്ട് ഇവർ പറഞ്ഞ ഒരു കാര്യമായിരിക്കും. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ എൻകൗണ്ടർ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുകയും ഇവര് നമ്മുടെ ഭൂമിയുമായിട്ട്, നമ്മുടെ ഭൂമിയിലുള്ള സ്പീഷീസുമായിട്ട് പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മുടെ ലോകത്തിൽ പലയിടത്തും കിടക്കുന്ന, പല കൾച്ചേഴ്സിനും കിടക്കുന്ന സ്റ്റോറീസും മിത്തോളജീസും എല്ലാം ഒരേ കാര്യം തന്നെ പറയുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പൊ ഏഞ്ചൽസ് ആയിക്കോട്ടെ, നെഫലിസിന്റെ ആയിക്കോട്ടെ, ജെനസിസ് ആയിക്കോട്ടെ, അനുനാക്കി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഇതൊരു 1.5 മണിക്കൂർ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. പക്ഷെ അത്ര നിങ്ങളെ കൊണ്ടുപോകാണ്ട് വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു സമ്മറി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ശരിക്കും എൻ്റെ ഒരു റിസർച്ചിന്റെ വലിയൊരു ഘടകം തന്നെയാണ് ഇത്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പറയുന്ന ദൈവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് ഒരു സമയത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ ഇപ്പൊ എവിടെ പോയി? പണ്ട് നമ്മുടെ ഭൂമിയിൽ നമുക്കൊപ്പം ജീവിച്ചിരുന്ന ആൾക്കാരാണെന്നല്ലേ അവർ പറയുന്നത്. ഇപ്പോ അങ്ങനെ ആരെയും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചെടുക്കാൻ പറ്റും. അതിനോടൊപ്പം ഒരുപാട് ആൾക്കാരുടെ വർഷങ്ങളോളം, ചിലപ്പോൾ അവരുടെ ലൈഫ് ലോങ് ഉള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. ഇത്ര കാലം കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ പിരമിഡ്സിനെ പറ്റിയിട്ടായിക്കോട്ടെ, ഏൻഷ്യന്റ് സിവിലൈസേഷൻസിനെ പറ്റിയിട്ടായിക്കോട്ടെ, അവരുടെ ടെയിൽസിനെ പറ്റിയിട്ടായിക്കോട്ടെ, റിലീജിയൻസിനെ പറ്റിയിട്ടായിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെ ഉത്തരം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. പക്ഷെ ആർക്കും തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. ഇതിപ്പോ ഒരു വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ദൈവത്തിന്റെ ഒറിജിൻ എന്നാണ് കറക്റ്റ് ആയിട്ട് പറയാനാണ് ശരിക്കും ഞാൻ ശ്രമിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി ഇത്രയും പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയുന്നുണ്ട്. അത് ഓരോരോ പാർട്ടിലായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അതൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോ കാണാം.